وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരു സഹാബി പറയാണ്, യാ റസൂൽ അല്ലാഹ് അല്ലിംനി വ ഔജിസ്. അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ എനിക്ക് ചുരുങ്ങിയ വാക്കുകളിൽ ഒരു ഉപദേശം തരണം, എന്തെങ്കിലും പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? സല്ലി സലാത്ത മുവദ്ദിഅ. ഒരു വിടവാങ്ങുന്ന മനുഷ്യൻ എങ്ങനെയാണോ നിസ്കരിക്കുക അങ്ങനെ നീ നിസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, എത്ര സുന്ദരവും മനോഹരവുമായ ഉപദേശമാണത്. നമ്മൾ ആരെങ്കിലും വിടവാങ്ങുന്നൊരു മനുഷ്യൻ്റെ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ? ഒരു നിസ്കാരത്തിന് നമ്മൾ നിൽക്കുമ്പോൾ, തക്ബീർ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ്, അവസാനത്തെ റുക്കൂഉകളും സുജൂദുകളുമാണ്. ളുഹർ നിസ്കരിക്കുകയാണെങ്കിൽ ഇനിയൊരു അസ്റിന് ഞാൻ ഉണ്ടാകൂല. ആ ഒരു മനസ്സോടുകൂടി നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം കുറച്ചും കൂടി ആസ്വദിക്കാനും അതിൽ കുറേ കൂടി അള്ളാഹുവിനെ ഓർക്കാനും നമുക്ക് കഴിയുമെന്നുള്ളത് ഒരു സത്യമാണ്. അത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും ഇതെൻ്റെ അവസാനത്തേതായിരിക്കാം എന്ന ചിന്തയോടുകൂടി എന്ത് ചെയ്യുക, നമ്മൾ നിർവഹിക്കുക. റമദാന് വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. എത്ര പെട്ടെന്നാണ് റമദാനിൻ്റെ ആദ്യത്തെ 10ഉം രണ്ടാമത്തെ 10ഒക്കെ തീർന്നു പോയത്. നമ്മളിപ്പോൾ 3ാമത്തെ 10ലാണ്. 22ാമത്തെ നോമ്പാണിന്ന്, 23ാമത്തെ രാവാണിന്ന്. എത്ര വേഗത്തിലാണ് ഈ മാസത്തിലെ ദിവസങ്ങൾ കഴിഞ്ഞു പോയത്. ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണെന്ന് നമ്മൾ ആലോചിക്കുക. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങളാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. അതൊരുപാട് കാലമൊന്നും ഇല്ല. റമദാൻ വരുമ്പോൾ വലിയ ആവേശത്തിലായിരുന്നു നമ്മൾ. ആ റമദാനിൻ്റെ 10-20 ദിവസങ്ങൾ തീർന്നത് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഇനി ശേഷിക്കുന്ന ദിവസങ്ങൾ അതിനേക്കാളും വേഗത്തിൽ നമ്മളോട് സലാം പറഞ്ഞ് തിരിച്ചു മടങ്ങും. ഏറെ വിലപിടിപ്പുള്ള അമൂല്യമായ രാപ്പകലുകളാണിത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാത്രികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠമാണെന്നാണ് പറഞ്ഞത്. ഈ ഒരു സുവർണാവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. വളരെ നിസ്സാരമായ തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ എന്തൊക്കെ കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാകും, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വാർത്തയായിരുന്നു. മിഠായി തെരുവിൽ ഒരു ഷോപ്പിൽ 1 രൂപയുടെ നോട്ടുമായിട്ട് ചെന്നാൽ 2500 രൂപ വില വരുന്ന ഷൂ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എത്ര മനുഷ്യന്മാരാണ് അവിടെ തിങ്ങിക്കൂടിയത്. ഏതൊക്കെ നാട്ടിൽ നിന്നാണ് ആളുകൾ എത്തിയത്, എത്ര നേരത്തെ അവർ പുറപ്പെട്ടിട്ടുണ്ട്. എന്തിനാപ്പത്? അത് 1 രൂപ കൊടുത്താൽ 2500 രൂപൻ്റെ ഷൂ കിട്ടും. അപ്പോൾ ആ ഒരു 2500 രൂപൻ്റെ ഷൂവിന് നമ്മൾ എത്ര വിലയാണ് കൊടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്തിനെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറു മിനദ് ദുനിയ വമാ ഫീഹാ എന്നാണ്. ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറാണെന്നാണ് പറഞ്ഞത്. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. അപ്പം നിർബന്ധമായ ഫർദായ ഫജ്ർ നിസ്കാരത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കൂലി എത്രയായിരിക്കും? സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞ കൂലിയൊക്കെ വമ്പിച്ചതാണ്. മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിൽ ആരെങ്കിലും പ്രതിഫലം കൊതിച്ചുകൊണ്ട് ഈമാനോട് കൂടി രാത്രി നിന്ന് നിസ്കരിച്ചാൽ ഓൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നാ പറഞ്ഞത്. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനം വഹ്തിസാബ,
ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആരെങ്കിലും ഈമാനോട് കൂടി ഇഹ്തിസാബോട് കൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കൂലി കൊതിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഓൻ്റെ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് പറഞ്ഞത്. റമദാൻ കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയുക എന്ന് തന്നെയാണ്. റമദാനിൻ്റെ 29-30 ദിവസങ്ങൾ കിട്ടിയിട്ട് ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അറഹിമ അം ഫുറജുൽ, ഓന് നശിക്കട്ടെ എന്ന് ജിബ്രീലാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമീൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ ഗോൾഡൻ ചാൻസ് അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. മാറാനും പുതിയ ജീവിതം തുടങ്ങാനും നന്മകളിൽ മുന്നേറാനൊക്കെ എല്ലാ നിലക്കും വാതിലുകൾ അള്ളാഹു തുറന്നിട്ട് തന്നിട്ട് ഞാൻ അങ്ങോട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മുഖം തിരിഞ്ഞ് നടക്കുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. പ്രിയപ്പെട്ടവരെ, ഇത്രയൊന്നും പോരാ. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങൾ വിലയിരുത്തിയിട്ട് തിരുത്തേണ്ടത് തിരുത്തി, മാറ്റേണ്ടത് മാറ്റി, കൂട്ടിച്ചേർക്കേണ്ടതും തുന്നിച്ചേർത്ത് മുന്നോട്ട് പോകാൻ നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്യുക. റമദാൻ തീർന്നിട്ടൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഭയങ്കര നിരാശ ഉണ്ടാകും. ഒരു 10-20 ദിവസം അങ്ങനെ പോയല്ലോ, ഇനിയിപ്പോൾ ഈ റമദാൻ ഇങ്ങനെ പോകട്ടെ, ഇനി അടുത്ത റമദാനിൽ ഒന്നും കൂടിയൊക്കെ ഉഷാറാക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പില്ലല്ലോ. ഇനിയൊരു റമദാനും ലൈലത്തുൽ ഖദറും അവസാനത്തെ 10 നമ്മളെ തേടി വരണമെന്നില്ല. ഇത് അവസാനത്തേതായിരിക്കാം. റമദാൻ തീർന്നിട്ടുമില്ല. ഇനിയുള്ള ദിവസങ്ങൾ ഏറെ വിലപിടിപ്പുള്ള ദിവസങ്ങളാണ്, രാവുകളാണ്. മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അള്ളാഹുലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കുക. എത്രയാണ് നമുക്ക് ഖുർആൻ ഓതാൻ പറ്റുക? ഇരുന്നിട്ടും നടന്നിട്ടും കിടന്നിട്ടും ഒക്കെ നമ്മൾ ഖുർആൻ ഓതുക. ശേഷിക്കുന്ന ദിവസങ്ങളിൽ മുഴുവനായിട്ടും പള്ളിയിൽ കൂടാൻ കഴിയുന്നവർ, ഇഅ്തികാഫിൽ കഴിയാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 കംപ്ലീറ്റ് ഇഅ്തികാഫിലാണ്. ഹത്താ തവഫാഹുല്ലാഹു അസ്സ വജൽ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചു വിളിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട് റമദാനുകളിൽ. നബിൻ്റെ കാലശേഷം നബിൻ്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാരും ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണത്. ഒന്നുകൂടിയൊക്കെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക. കഴിവിൻ്റെ പരമാവധി ഈ ദിവസങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കുക. അവസാനത്തെ 10 കഴിഞ്ഞാൽ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്ർ ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ല. നബി അരമുണ്ടൊക്കെ മുറുക്കി ഉടുക്കുന്നാൻ. അരമുണ്ട് മുറുക്കി ഉടുക്കുക എന്ന ആ പ്രയോഗത്തിന് 2 തരത്തിലുള്ള ശർഹ് നമുക്ക് കാണാൻ പറ്റും. 2 രീതിയിൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരുമായിട്ടുള്ള ശാരീരിക ബന്ധമൊക്കെ ഒഴിവാക്കിയിരുന്നു എന്നാണ്. ഇപ്പം റമദാനിൻ്റെ രാവുകളിൽ ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം അനുവദനീയാണ്. അത് അവസാനത്തെ 10 അനുവദനീയം തന്നെയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടിയൊക്കെ ഇബാദത്തുകളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഭാര്യയുമാരുമായിട്ടുള്ള ശാരീരിക ബന്ധം ഒഴിവാക്കിയിരുന്നു. അതല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾക്ക് വേണ്ടിയിട്ടാണ്ട് ഒരുങ്ങി ഇറങ്ങിയിരുന്നു. അതിനെയാണ് ആ ശദ്ദ മിഅ്സറഹു, നബി അരമുണ്ട് മുറുക്കി ഉടുത്തു എന്നുള്ള പ്രയോഗം അറിയിക്കുന്നത്. വഅഹ്യാ ലൈലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയെ ജീവിപ്പിച്ചിരുന്നു ഞാൻ. വഅയ്ഖദ അഹ്ല, നബി കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ രാവുകൾ ഇനി ജീവനുള്ളതായിരിക്കണം. നമ്മുടെ കൂടെ നന്മയിൽ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ കുടുംബവും ഉണ്ടാകണം. നമ്മൾ പള്ളിയിൽ സജീവമാണ്, നമ്മൾ ഇഅ്തികാഫിലാണ്, ഖുർആൻ പാരായണത്തിൽ നമ്മൾ മുമ്പിലാണ്, രാത്രി നിസ്കാരങ്ങളിൽ നമ്മൾ നിറസാന്നിധ്യമാണ്. നമ്മളെ കുടുംബം അവിടെ ഒന്നുമില്ല, ഓരങ്ങാടിയിലാണ്, ഒരു പുരയിലാണ്, ഓർക്ക് ദീനുമായിട്ടോ ഇബാദത്തായിട്ടോ ഒന്നും ബന്ധമൊന്നുമില്ല. അങ്ങനെ പോരാ, അവരെയും നമ്മൾ ചേർത്ത് പിടിക്കണം. ആ ഒരു സന്ദേശം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തരുന്നുണ്ട്. വഅയ്ഖദ അഹ്ല, നബി കുടുംബത്തെ വിളിച്ചുണർത്തിയിരുന്നു എന്നാണ് പറഞ്ഞത്. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും കൺകുളിർമയും ഒക്കെ നൽകട്ടെ. ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ 10-20 ദിവസങ്ങൾ, 20-22 ദിവസങ്ങൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തവരാണ് നമ്മൾ. ഈ ഇബാദത്തുകളൊന്നും അള്ളാഹു സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മളെടുത്തതൊക്കെ വെറും പണിയാണ്. ആ കഷ്ടപ്പെട്ടതും നമ്മൾ ഉറക്കമൊഴിച്ചതും നമ്മൾ വിശപ്പ് സഹിച്ചതും ഒക്കെ 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 വെറുതെ ആയി പോകുന്ന അവസ്ഥ എത്ര ഭീകരമായിരിക്കും. അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കഅബ കെട്ടിപ്പടുത്തുയർത്തുമ്പോൾ കഅബയുടെ ഓരോ കല്ല് വെക്കുമ്പോഴും പ്രാർത്ഥിച്ചു എന്നാണ്
റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അള്ളാഹുവിൻ്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയോട് അള്ളാഹു കൽപ്പിച്ചിട്ടാണ് കഅബ നിർമ്മിക്കുന്നത്. ആ കഅബയുടെ കല്ലുകൾ വെക്കുമ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. നമ്മുടെ മനസ്സിൽ നിന്നും ആ പ്രാർത്ഥന ഉയരണം. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അവസാനത്തെ 10 പ്രത്യേകിച്ച് നമ്മൾ ഐഷ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ആ പ്രാർത്ഥനയും മറക്കാതിരിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ നീ ഏറെ പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നത് മാപ്പ് തരുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. നീ എനിക്ക് മാപ്പ് തരണമേ. അത് ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ആയിഷ ബീവി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ദുആ ആണ് അത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കൂലിയും അള്ളാഹുവിൻ്റെ സ്വർഗവും ആഗ്രഹിച്ച് നമ്മൾ ഓതിയ ഖുർആനിൻ്റെ പേജുകളുണ്ടല്ലോ, ആ ഖുർആനിൻ്റെ പേജുകൾ നമുക്കനുകൂലമായിട്ട് സാക്ഷി പറയണം. നാളെ ആഖിറത്തിൽ നമ്മുടെ കർമ്മങ്ങളുടെ ഏട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ കൊടുത്ത സ്വതക്കകൾ അവിടെ നമ്മൾ കാണണം. നമ്മുടെ രാത്രി നിസ്കാരങ്ങളുടെ കൂലിയും പ്രതിഫലവും നമുക്ക് അനുഭവിക്കാൻ പറ്റണം. എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ട് 100% ഇഖ്ലാസോട് കൂടി നിർവഹിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നീളം കൂടിയ റുക്കുകളുടെയും സുജൂദുകളുടെയും കണക്ക് നമുക്ക് പറയാനുണ്ടാകണം. ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ രാവുകൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണം. ഈ റമദാനിലും മാറാനും പുതിയൊരു ജീവിതം തുടങ്ങാനും നമുക്കാവുന്നില്ല എങ്കിൽ ഇനി എന്നാണ് കഴിയുക എന്ന് നമ്മൾ ആലോചിക്കുക. അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങളും പ്രയത്നങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരുപാട് വീഴ്ചകൾ നമ്മുടെ ഇബാദത്തുകളിൽ വന്നിട്ടുണ്ടാകും. ഉറങ്ങി തൂങ്ങിയിട്ടായിരിക്കും നമ്മൾ രാത്രി നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടാവുക. നോമ്പിൻ്റെ ഇടയിൽ പറയാൻ പാടില്ലാത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും, കാണാൻ പാടില്ലാത്തത് കണ്ടിട്ടുണ്ടാകും, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ടുണ്ടാകും. നമ്മുടെ നോമ്പൊക്കെ പൂർണ്ണമാണ്, 100% പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് വാദമുണ്ടോ? നമുക്കാർക്കും അങ്ങനെ വാദമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇബാദത്തുകളിൽ ഉണ്ടാകും. അള്ളാഹുവിനോട് കരഞ്ഞ് പറഞ്ഞ് ആ ഇബാദത്തുകൾ സ്വീകരിക്കാൻ തേടിക്കൊണ്ടേയിരിക്കുക. ബാബു റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.